പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സുഭാഷിനെ സുധീഷും ഹരീഷും ചേർന്ന് കൂട്ടിയിട്ട് വരുന്നുണ്ട്. അന്നേരം സുഭാഷിനൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തിനാ എന്നോട് പെട്ടെന്ന് വരാൻ വേണ്ടി പറഞ്ഞത്? ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമെന്ന് ചോദിക്കുമ്പോഴേക്കും പിടിച്ചിരുത്താണ് കേട്ടോ എല്ലാരും കൂടി. എന്താ കാര്യം എന്ന് പറ, എന്താ മോളെ എന്നൊക്കെ നിധിയെ വിളിച്ച് ചോദിക്കുന്ന നേരത്ത് സുധീഷും ഹരീഷും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാണ് കേട്ടോ. ആദ്യം നിങ്ങൾ പറ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അത് നിധി തന്നെ പറയാണ്. സുഭാഷ് ചേട്ടന് ഞങ്ങളെ ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയും. അത് ശരി, അപ്പൊ എന്നെ പെണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയും തിരക്കുള്ള പണിസ്ഥലത്ത് നിന്ന് എന്നെ കൂട്ടിയിട്ട് വന്നേന്ന് ചോദിക്കേ. അന്നേരം നിധി പറയും, സുഭാഷ് ചേട്ടാ അവരെ അവിടെ പോയി കാണുമൊന്നും വേണ്ട, അവരിങ്ങോട്ട് വന്നോളൂന്ന്. പെണ്ണ് എന്നെ കാണാൻ ഇങ്ങോട്ട് വരുന്നോ? എന്തൊക്കെയാ നിധി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ പെണ്ണ് വരത്തില്ല, പെണ്ണിന്റെ വീട്ടുകാരെല്ലാരും കൂടി ഇങ്ങോട്ട് വരും. ഒന്ന് സമ്മതിക്ക് സുഭാഷ് ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഭാസ്കരൻ കൂടി അങ്ങോട്ടേക്ക് വരും കേട്ടോ. അപ്പൊ ഭാസ്കരനോട് കാര്യങ്ങൾ പറയുമ്പോൾ ഭാസ്കരൻ പറയും, ഇതൊക്കെ മുൻകൂട്ടി പറയണ്ടേ, അവരെപ്പോഴാ ഇറങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ രാഹുകാലം കഴിഞ്ഞിട്ടാന്ന് പറയും. ഒന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എന്നും കൂടി പറയുന്നത് കേൾക്കുമ്പോൾ ഹരീഷ് പറയും, ഓ പിന്നെ ശരിക്കും ഞങ്ങളുടെ കല്യാണമൊക്കെ നിങ്ങളല്ലേ നോക്കി നടത്തേണ്ടത്, അതിനുള്ള താല്പര്യമില്ല, അതിനുള്ള ഗഡ്സും ഇല്ല. ഇനിയിപ്പോ കുറച്ചു നേരം ഇവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞാൽ അതിന് നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുക. അതെ, നിങ്ങളിവിടെ നിർത്താനുള്ള പൂതി കൊണ്ടൊന്നല്ല, അവര് വരുമ്പോ ചോദിക്കൂലോ, അതിനു വേണ്ടി മാത്രാന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഭാസ്കരന് ദേഷ്യം പിടിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ ഞാൻ ചത്തുപോയി എന്നങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? അത് പറയാനൊക്കത്തില്ലല്ലോ എന്നങ്ങ് ചോദിക്കുമ്പോഴേക്കും നിധി ചോദിക്കും, അച്ഛാ ആരെ ഈ അച്ഛൻ ഈ വരട്ടുന്നേ? അവര് വരുമ്പോ അച്ഛന്റെ സാമീപ്യം ഇവിടെ ആവശ്യമാണ്, അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോ ഓ ശരി മാഡം എന്ന് പറഞ്ഞിട്ട് അയ്യൊക്കെ കൂപ്പി നിൽക്കാൻ കേട്ടോ ഭാസ്കരൻ. അതിനുശേഷം പെണ്ണിന്റെ വീട്ടുകാർ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വലിയ ഡിമാൻഡ് ഒന്നുമില്ല. ആകെയുള്ള ഡിമാൻഡ് എന്താന്ന് വെച്ചാലേ ജാതകം പറ്റണം എന്നുള്ളതാണ്. അന്നേരം സുഭാഷിന്റെ ജാതകം ഇല്ലേന്ന് ചോദിക്കും. ഒരു പണിക്കരെയും വിളിച്ചിട്ടാണ് വരുന്നത് കേട്ടോ പെണ്ണിന്റെ വീട്ടുകാര്. അപ്പൊ ഇവര് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ജാതകം കൊടുക്കും. അന്നേരം ആ പണിക്കർ ചോദിക്കും, ഇത് ആരുണ്ടാക്കിയ? ഈ ജാതകം വെച്ച ഒരു പെണ്ണിന്റെയും ജാതകം ഇതിനോട് ശരിയാവത്തില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും അയാൾ ചോദിക്കും, പഴയ ജാതകം ഒന്നില്ലേന്ന്, അത് കളഞ്ഞുപോയി, അതുകൊണ്ടാ പുതിയ എണ്ണം ഉണ്ടാക്കിയത് എന്ന് പറയട്ടോ സുധീഷ്. അന്നേരം നമ്മുടെ ഭാസ്കരൻ പറയും, ഇവൻ ഇന്നലെ ചോദിച്ചപ്പോൾ എനിക്കത് ഓർമ്മയില്ലായിരുന്നു, ഇപ്പൊ എനിക്ക് ഓർമ്മ കിട്ടി എവിടെയാ വെച്ചതെന്ന്, ഞാൻ ഇപ്പൊ പോയി എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ പോയി എടുക്കുമ്പോഴേക്കും സുധീഷ് നിധിയോടും ഹരീഷിനോടും പറയുന്നത്, എന്തിനാടാ പുതിയതുണ്ടാക്കിയ, വെറുതെ പൈസ പോക്കിയേ, പഴയതുണ്ട് പോലും, അയാൾക്ക് എന്നാ അത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ എന്നിങ്ങനെ പറയണേ. അങ്ങനെ നമ്മുടെ ഭാസ്കരൻ പോയിട്ട് ആ ജാതകം എടുത്തിട്ട് വരും. അതൊക്കെ വായിച്ചു നോക്കിയിട്ട് അയാൾ പറയും, ഈ ജാതകക്കാരന്റെ ജാതകവശാൽ ഒരു പെണ്ണും ഈ വീട്ടിൽ വാഴാൻ വേണ്ടിയിട്ട് പോണില്ല, അത്രയ്ക്ക് ചീത്ത ജാതകമാണെന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ സുഭാഷിനാകെ വിഷമാവുന്നുണ്ടെങ്കിലും ഇങ്ങനെ പിടിച്ചു നിൽക്കുക കേട്ടോ. അന്നേരം നമ്മുടെ സുധീഷ് പറയും, നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? ഒരു പെണ്ണും വാഴാഞ്ഞാൽ എന്റെ ഭാര്യ ഇവിടെ നന്നായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ, വെറുതെ എന്തെങ്കിലും പറയല്ലേ പണിക്കരെന്ന് പറയുമ്പോൾ ഞാൻ ജാതകത്തിലുള്ളതാ പറഞ്ഞത്, ഈ ജാതകക്കാരെ ഈ വീട്ടിൽ വാഴുമ്പോൾ ഒരു പെണ്ണും ഇവിടെ വാഴത്തില്ല എന്നൊക്കെ പറയുന്നു. അന്നേരം ഭാസ്കരൻ ഓർക്കുന്നുണ്ട്, ഓ അതുകൊണ്ടാണോ എന്റെ ഭാര്യ എന്റെ കൂടെ നിൽക്കാഞ്ഞത് എന്നിങ്ങനെ മനസ്സിലോർക്കും. അതിനുശേഷം അവർക്ക് ജാതകം പറ്റാത്തത് കൊണ്ട് തന്നെ പോകുവാണ്. അന്നേരം എല്ലാരും കൂടി സമാധാനിപ്പിക്കാൻ കേട്ടോ നമ്മുടെ സുഭാഷിനെ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് വന്ന തെറ്റേട്ടാ, അല്ലെങ്കിൽ തന്നെ ഈ കല്യാണം നടന്നിരുന്നെങ്കിൽ സുഭാഷ് ഏട്ടന്റെ ഭാവി എന്തായേനെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ സുഭാഷ് അവിടുന്ന് എണീറ്റ് പോകുന്നുണ്ട്. എന്നിട്ട് പോയിട്ട് ഒറ്റയ്ക്ക് കരയാണ് കേട്ടോ. ആ ഒരു പണിക്കാർ പറഞ്ഞതിങ്ങനെ ഓർക്കുന്നുമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.